അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അല്പം വൈകിയാണെങ്കിലും കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കാണ് കൂടുതൽ ആത്മവിശ്വാസം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ BJP RSS നേതൃത്വം നൽകുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്താൽ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് വിഹിതം കോൺഗ്രസിനെ കൈവിടുമോ എന്നായിരുന്നു നേതാക്കന്മാരുടെ ആശങ്ക. അതിനുകൂടിയാണ് വിരാമമായത്. ഇതിനിടെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള രണ്ട് ചേരി പാർട്ടികൾക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ് തീരുമാനത്തിനെതിരെ ഗുജറാത്തിലെ പോർബന്ദർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA അർജുനാണ് ആദ്യം രംഗത്ത് വന്നത്. ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കണമായിരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് MLA പ്രതിഷേധം അറിയിച്ചത്. രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം കോൺഗ്രസ് നേതാക്കൾ നിരസിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ജയറാം രമേശിന്റെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടാണ് മൊദ്വാദ്യ തന്റെ പ്രതിഷേധം അറിയിച്ചത്. ഇത് നാട്ടുകാരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നും ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കണമെന്നുമായിരുന്നു അദ്ദേഹം കുറിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവരെ കഴിഞ്ഞ മാസം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നതായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് ലക്ഷക്കണക്കിന് പേർ ശ്രീരാമനെ ആരാധിക്കുന്നുണ്ട്. മതവും വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ RSSും BJPയും വളരെ കാലമായി അയോധ്യയിലെ ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി BJP RSS നേതാക്കൾ നടത്തുന്നതെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശ്രീരാമനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അധീർ രഞ്ജൻ ചൌധരിയും ഈ RSS BJPയുടെ പരിപാടിയിലേക്കുള്ള ക്ഷണം ആദരവോടെ നിരസിക്കുകയാണ് എന്നായിരുന്നു ജയറാം രമേശ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. രാമക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠ ജനുവരി 22-നാണ് നടക്കുന്നത്. എന്തായാലും പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നില്ലെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്.